ശരി സാജിദ്, പാലക്കാട്ട് തന്നെ മറ്റൊരു നീക്കം കൂടി CPM നടത്തുന്നുണ്ട്. AV ഗോപിനാഥ് CPM തർക്കത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രി പാലക്കാട്ടെത്തിയ മുഖ്യമന്ത്രി AV ഗോപിനാഥുമായി ചർച്ച നടത്തി. AV ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാക്കിയേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടും തന്നെ തോൽപ്പിച്ചതിന് പിന്നിൽ CPIM-ലെ ചില നേതാക്കളാണെന്ന് AV ഗോപിനാഥ് തുറന്നടിച്ചിരുന്നു. സാജിദ് തുടർന്നു. സാജിദ്, AV ഗോപിനാഥിനെ കൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് കിട്ടിയിട്ടില്ല എങ്കിൽ കൂടിയും ആ സാന്നിധ്യം എത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ആ പാർട്ടി കരുതുന്നു. അങ്ങനെയെങ്കിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചാൽ തന്നെ അദ്ദേഹത്തിന് എന്ത് പകരം നൽകുമെന്ന വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? സൈഫുദ്ദീൻ, AV ഗോപിനാഥിനെ കൊണ്ട് ഒട്ടും ഗുണം കിട്ടിയില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ 62 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിന്റെ ഭരണം കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് മാറി. പക്ഷേ AV ഗോപിനാഥും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ IDF എന്ന സംവിധാനം അമ്പെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. LDF-ന് അതുകൊണ്ട് നേട്ടമുണ്ടായി എന്നത് ശരിയാണ്. ഇതിന് പിന്നാലെയാണ് AV ഗോപിനാഥ് വലിയ വിമർശനവുമായി രംഗത്തെത്തിയത്. തന്നെ വ്യക്തിപരമായി തോൽപ്പിച്ചത് CPM-ന്റെ പ്രാദേശിക നേതൃത്വമാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും ജില്ലാ സംസ്ഥാന നേതൃത്വം തനിക്കൊപ്പം ഉണ്ടെങ്കിലും പ്രാദേശിക നേതൃത്വം വലിയ തോതിൽ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് AV ഗോപിനാഥിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടെ നിർത്താൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. തരൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് പെരിങ്ങോട്ടുകുറിശി എന്നത്. അദ്ദേഹത്തിന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഈ പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ആ ഒരു സ്ഥാനത്തേക്ക് ഇനി നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ്, ആഴ്ചകൾ മാത്രമാണുള്ളത്. അതിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കും എന്നുള്ള ഒരു വിവരങ്ങളാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി AV ഗോപിനാഥ് ഏതാണ്ട് 20 മിനിറ്റോളം ചർച്ച നടത്തി. ഈ വിഷയങ്ങൾ അതിൽ ചർച്ചയായി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും AV ഗോപിനാഥിന് അത്തരമൊരു ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത്. ഈ മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ചർച്ച ചെയ്തതോടുകൂടി AV ഗോപിനാഥിന് അവസാനിച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൈഫുദ്ദീൻ. യെസ്, സാജിദ് അജ്മലാണ് പാലക്കാട്ട് നിന്നുള്ള